നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. സമൂഹത്തിന് ഏറ്റവും വിപത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പട്ടിശല്യം, തെരുവ് നായ്ക്കൾ. ആക്ച്വലി നമുക്ക് തെരുവ് നായ്ക്കൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു 90% തെരുവ് നായ്ക്കളല്ല. ഈ ആളുകൾ, നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ്. കാരണം അവർക്ക് പാലും മറ്റേ ഇറച്ചിയും ഇതെല്ലാം കൊടുത്ത് കൊച്ചുങ്ങളെപ്പോലെ വളർത്തിയിട്ട് വീട് മാറുമ്പോഴത്തേക്ക് ദയനീയമായിട്ട് റോഡ് സൈഡിൽ തള്ളിയിട്ട് പോകും. അപ്പോൾ അതിന് സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയത്തില്ല, റോഡ് ക്രോസ് ചെയ്യാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമനില തെറ്റും. അപ്പോൾ ഈ പട്ടികളുടെ ബുദ്ധിയെപ്പറ്റി ഞാൻ കുറച്ചൊന്ന് പറഞ്ഞോട്ടെ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പട്ടി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ജന്തു അല്ല. മനുഷ്യൻ്റെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ളതും ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ജന്തുവാണ് പട്ടി അല്ലെങ്കിൽ ഡോഗ്. ആക്ച്വലായിട്ട് ഇവർ വലിയ വ്യത്യാസമില്ല. ഡോഗിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗോഡാവും, ഗോഡിനെ തിരിച്ചേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയർ. ഗോഡ് ഈസ് ലവ് എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഡോഗ് ഈസ് ലവ് ആണ്. അപ്പോൾ നമ്മൾക്കൊരു വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ജീവൻ തന്നെയും രക്ഷിക്കും. കള്ളന്മാരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയാണ്. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. ഉദാഹരണം, ഒരു ഡോഗിന് ഒരു 250 വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളതിൻ്റെ കണ്ടില്ല, വീട്ടിൽ വളർത്തു നായ്ക്കളുണ്ടെങ്കിൽ അവർക്ക് TV കാണുന്ന ഇഷ്ടമാണ്, മൊബൈൽ കാണുന്ന ഇഷ്ടമാണ്, അതിനവർ പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഒരു 200-ഓളം ആംഗ്യ ഭാഷകളറിയാം. വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോവും. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ്, ഈ പ്രമാദമായ കേസുകളെല്ലാം പിടിക്കുന്ന ആരാണ്? പട്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി പോലീസും, പോലീസ് പട്ടിയാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ഡോഗ്സിൻ്റെ പ്രാധാന്യം നമുക്കറിയാൻ പറ്റിയല്ലോ. പിന്നെ എപ്പോഴാണിത് ഉപദ്രവകാരിയാവുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ആ സമയത്തിന് ആഹാരം കിട്ടാതിരിക്കുക, വെള്ളം കിട്ടാതിരിക്കുക, അതുമല്ല ആളുകൾ ആവശ്യമില്ലാതെ ഇതിനെ ഉപദ്രവിക്കുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ചില ആളുകൾ രസത്തിന് വേണ്ടി തന്നെ ഇതിനെ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്കറിയാം ഈ ഇരുകാലി, അതായത് മനുഷ്യൻ, ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ളത് മനുഷ്യനാണ്. അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ കടിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അനുസരണക്കേട് ആളുകളോട് കാണിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പട്ടിക്ക്, അറിയാൻ വയ്യാത്ത ഒരു പട്ടിക്ക് ഒരു ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെയും എൻ്റെ വീട് അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഒരു 10-25 നായ്ക്കൾ ദിവസേന വരുന്നുണ്ട്. നമ്മൾ പറയുന്ന എല്ലാവരും കേൾക്കും, എല്ലാം അവർ പറയുന്ന അവർക്ക് ആവശ്യമുള്ള ഫുഡും കൊടുക്കും, വെള്ളവും കൊടുക്കും. അവർ കടി കൂടത്തില്ല. വളരെ നമ്മുടെ മിലിറ്ററി ആളുകൾ ഇരിക്കുന്നത് പോലെ അവർ ശബ്ദം പോലും ഉണ്ടാക്കാതെ വളരെ നിന്നിട്ട് പോകും. പിന്നെ നമുക്കിത് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ പേ പിടിക്കും. ഈ പേ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും പേ ആണല്ലോ. മദ്യം കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേയ്ക്ക് തുല്യമായിട്ടുള്ള ബിഹേവിയറാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു നാട്ടിൽ തന്നെ ഡ്രഗ് അഡിക്ഷൻ സെൻറ്റേഴ്സ് ധാരാളമില്ലേ. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ, അത് ഡ്രഗ് മാത്രമല്ല, ആൽക്കഹോൾ, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും കുഴപ്പങ്ങളൊന്നും പറ്റി കാണിക്കുന്നില്ല. പക്ഷേ ഇതിന് പേ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റ് മൃഗങ്ങളെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ വൈറസാണ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ നമ്മളുണ്ടെന്ന് പറയുന്നെങ്കിൽ തന്നെയും ആ വാക്സിനേഷൻ സൂക്ഷിക്കുന്നത് തന്നെയും വളരെ അൺസയൻറ്റിഫിക്കാണ്. അപ്പോൾ ആ വാക്സിൻ കൊണ്ട് തന്നെയും വലിയ പ്രയോജനം ഇല്ലാതാവും. അതുകൊണ്ടാണ് ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെല്ലാം പോയിട്ടുണ്ട്, ആരുമായിട്ടെല്ലാം സഹകരിച്ചിരുന്നെന്നും നമുക്കറിയാൻ ഒക്കത്തില്ല. അപ്പോൾ ഒരു സംശയമുള്ള ആളുകളെ മുഴുക്കെ നമുക്ക് വാക്സിനേഷൻ എടുക്കേണ്ടി വരും. ഇതിന് സെൻട്രൽ ഗവൺമെൻറ് കോടിക്കണക്കിനാണ് രൂപ മാറ്റിവെച്ചിരിക്കുന്നത് ഈ പട്ടികളെ സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് സ്റ്റേറ്റിൻ്റെ, പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ ഹെഡിന്, അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും കളക്ടർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിതിന് നോക്കുന്നു. അവർ മറ്റു കാര്യങ്ങളുകൊണ്ട് ഇതിനെ നോക്കാൻ കാര്യങ്ങളില്ല. എന്നാൽ തന്നെയും അധികാരികളെ കടിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഓർമ്മ വരും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് മേയർ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ഈ പൂവാറിൽ തന്നെ ഒരു 1 ഏക്കർ സ്ഥലത്തോളം വെച്ചിട്ട് 100 കണക്കിന് പട്ടികളെ അവിടെ പുനരധിവസിപ്പിച്ചു. പക്ഷേ അത് വാക്സിനേഷൻ കൊടുക്കുന്നത്
ഒക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നിരുന്നാൽ തന്നെയും അവർ മാക്സിമം ആളുകളെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് തുറക്കുന്നതിന് മുമ്പ് ആലോചന ഉള്ളപ്പോൾ തന്നെ ആളുകൾ ബഹളം ഉണ്ടാക്കി, ഇവിടെ തുറപ്പാടില്ല, ഇനി എവിടെയെങ്കിലും നമുക്കൊന്ന് സംരക്ഷിക്കണ്ടേ, അത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. പിന്നെ അഥവാ ഇനി ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെയും നമുക്ക് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അതിർത്തിയിൽ ഓരോ വീട്ടിൽ നിന്ന് മാസം ഒരു 5 രൂപ വെച്ച് അഡീഷണൽ വാങ്ങിച്ചാൽ മതി. അതിന് ആവശ്യത്തിലുള്ള ഫുഡും ഷെൽട്ടറും ഇതെല്ലാം കൊടുത്താൽ മാത്രമല്ല ധാരാളം ആളുകൾക്ക് ജോലിയും കിട്ടും. പക്ഷേ ഇതെങ്ങനെ ജോലി കിട്ടുമെന്ന് കഴിഞ്ഞാൽ ഇതിനെ പട്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഇതിനെ സംരക്ഷിച്ചോളും. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റീസ് ഇതിനെ വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. അപ്പോൾ അത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും. പിന്നെ മാത്രമല്ല ഓരോ സെൻറ്റേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും സെൻട്രൽ ഗവൺമെൻറ് ഇതിനെല്ലാം കൊടുക്കും. വേണ്ടുന്ന ധനസഹായം മാക്സിമം കൊടുക്കും. അവർക്ക് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മറ്റൊന്നുമില്ല, അവരുടെ ഒരു ബോർഡിൻ്റെ ആളുകൾ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് അതിനെ കൊടുക്കേണ്ട ധനസഹായം കൊടുക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ആൻജിയോഗ്രാമിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാനാണ്. ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പേഷ്യൻ്റ് ആൻജിയോഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ സമ്മതപത്രം മുഴുക്ക വാങ്ങിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെയും പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഈ ഹാർട്ട് ബ്ലോക്ക് ഒരു 100% ഉണ്ടെങ്കിൽ തന്നെയും പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മതപത്രത്തിൽ അവർ പറയും എമർജൻസി സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, സമ്മതമാണ്, ഓക്സിജൻ കൊടുക്കുന്നതിന് സമ്മതമാണ്, ബ്ലഡ് കൊടുക്കുന്ന ഒരു മേജർ ഓപ്പറേഷൻ്റെ എല്ലാ കോൺസെൻറ്റും സമ്മതപത്രം കൊടുത്തതിന് ശേഷമേ ആൻജിയോഗ്രാം എടുക്കുകയുള്ളൂ. ആൻജിയോഗ്രാം ഡേഞ്ചറാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് ലേറ്റസ്റ്റായിട്ട് ചെയ്യുന്ന ഹാർട്ട് സ്കാനാണ്. ഹാർട്ട് സ്കാനിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിവയ്പ്പ് യാതൊന്നുമില്ല, ഒരു സ്കാനാണത്. അപ്പോൾ അതിന് അതിൽ ഏകദേശം ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാത്രമല്ല അതിൻ്റെ പമ്പിങ് അറിയാൻ പറ്റും, ബ്ലോക്ക് അറിയാൻ പറ്റും, അറ്റാക്ക് സാധ്യത അറിയാൻ പറ്റും, പിന്നെ ബാക്കി ഒരു ഹാർട്ടിൻ്റെ ഒരു 10-20 ഫങ്ഷൻ അറിയാം. അതുകൂടാതെ തന്നെ കിഡ്നിയുടെ കുറച്ച് ഫങ്ഷൻ അറിയാം, ലങ്സിൻ്റെ ഫങ്ഷൻ അറിയാൻ സാധിക്കും. അതാണ് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ ബൈപ്പാസ് സർജറിയും. അപ്പോൾ ഈ ബൈപ്പാസ് സർജറിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ലേസർ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ആൻജിയോഗ്രാം ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷനാണ്. അപ്പോൾ ആ മേജർ ഓപ്പറേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മേജർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 6 months പേഷ്യൻറ്റിന് യാതൊരു ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, മാക്സിമം റെസ്റ്റ് എടുക്കണം. ഈവൻ ആൻജിയോപ്ലാസ്റ്റി എഴുതാൻ തന്നെയും 1 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. അതേസമയം ഇതിന് പകരമായിട്ടുള്ള എന്താണ് ലേസർ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കണ്ടിട്ട് ആ ബ്ലോക്കിൻ്റെ ഏരിയയിൽ ഇതിൻ്റെ ലേസർ ബീംസ്, അതൊരു രശ്മിയാണ്, അതിനെ കടത്തിയിട്ട് നാച്ചുറലായിട്ട് അലിയിച്ച് കളയുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ബൈപ്പാസ് സർജറിക്ക് ശേഷവും ഇത് നമുക്ക് വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായൺ സാറിന് ഇതുപോലെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ബൈപ്പാസ് സർജറി ചെയ്തു. പിന്നെ ഒരു 5 years കഴിഞ്ഞിട്ട് ഈ 3 ബ്ലോക്ക് 5 ബ്ലോക്കായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പുള്ളിക്ക് അന്ന് 80 വയസ്സിൽ കൂടുതലുണ്ട്. എന്നിട്ട് ഞാൻ ഈ ലേസർ എക്യുപ്മെൻറ്റ് കൊണ്ടുപോയി രാഷ്ട്രപതി താമസിച്ചിട്ട് പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നെ പുള്ളി രോഗം മുഴുക്കും. പിന്നെ അതിനുശേഷം സഞ്ചരിച്ചു. പിന്നെ മരിച്ചതിന് മറ്റു പല കാരണങ്ങൾ. പുള്ളി ഏജിലല്ലായിരുന്നു. ഇതേപോലെ തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മയ്ക്ക് ഇതുപോലെ സെയിം ഒരു 100% 2 ബ്ലോക്സാണ്. അപ്പോൾ അതും ഇതേപോലെയാണ് സർജറി ഇൻഡിക്കേഷൻ കോൺട്രാ ഇൻഡിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ നമ്മളിതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു പേഷ്യൻറ്റിൻ്റെ കോൺസെൻ്റ് ഇല്ലാതെ നമ്മൾ അവരുടെ ഹിസ്റ്ററി പറയാൻ പാടില്ല.
പക്ഷേ അവർ മഹാമനസ്കരായതുകൊണ്ട് ഇവരെല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഏതെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കേസ് ഡോക്ടർ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.